നമസ്കാരം. അങ്ങനെ IPL കഴിഞ്ഞിരിക്കുകയാണ്. ഈ വർഷത്തെ IPL സീസണും ആഘോഷവും ഇതോടെ അവസാനിച്ചിരിക്കുന്നു. IPL 17ാം സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് ഇപ്പോൾ കിരീടം ചൂടിയിരിക്കുന്നത്. ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചാണ് KKR കിരീടത്തിൽ മുത്തമിട്ടിരിക്കുന്നത്. കിരീട പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ജയമാണ് KKR നേരിട്ടത്. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് 113 റൺസിൽ കൂടാരം കയറിയപ്പോൾ മറുപടിക്കിറങ്ങിയ KKR 57 പന്ത് ബാക്കിയാക്കി വിജയലക്ഷ്യം മറികടന്നു. KKRന്റെ വിജയത്തിൽ കൂടുതൽ പ്രശംസയും നേടുന്നത് ടീമിന്റെ ഉപദേഷ്ടാവായ ഗൗതം ഗംഭീറാണ്. ഈ സീസണിന് മുമ്പായാണ് ഗംഭീർ KKRലേക്ക് തിരിച്ചെത്തിയത്. ഗംഭീറിന്റെ വരവ് KKRൽ വലിയ മാറ്റമുണ്ടാക്കുകയും ആദ്യം സീസണിൽ തന്നെ കപ്പിലേക്ക് എത്തിക്കുകയും ചെയ്തു. എല്ലാ പ്രശംസയും ഗംഭീറിലേക്ക് പോകവേ KKRന്റെ റിയൽ ഹീറോ മറ്റൊരാളാണെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ടീമിലെ സൂപ്പർ സ്പിന്നറായ വരുൺ ചക്രവർത്തി. അത് സഹപരിശീലകനായ അഭിഷേക് നായർ ആണെന്നാണ് വരുൺ പറയുന്നത്. KKRനെ കെട്ടിപ്പടുത്തതിൽ അഭിഷേകിന്റെ പങ്ക് വളരെ വലുതാണെന്നും ഇന്ത്യയിലെ മികച്ച യുവതാരങ്ങളെ കണ്ടെത്തി ടീമിലേക്ക് എത്തിച്ചത് അഭിഷേക് ആണെന്നുമാണ് വരുൺ പറഞ്ഞത്. മത്സരശേഷം വരുൺ അഭിഷേകിന് നന്ദിയും പറഞ്ഞു. KKRനോടൊപ്പം കഴിഞ്ഞ സീസണുകളിലെല്ലാം അഭിഷേക് ഉണ്ടായിരുന്നു. ടീമിന്റെ വളർച്ചയിൽ നിർണായക റോള് അഭിഷേകിനുണ്ടായിരുന്നു. വൈഭവ് അറോറ, ഹർഷിത് റാണ തുടങ്ങിയ താരങ്ങൾ ഇത്തവണ KKRന്റെ വിജയത്തിന് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇവരെ കണ്ടെത്തിയതിന് പിന്നിലും അഭിഷേകിന് പങ്കുണ്ട്. ഇന്ത്യയിലെ യുവ പ്രതിഭകളെ ടീമിലേക്ക് എത്തിക്കുന്ന ചുമതല ഏറ്റെടുത്ത് ടീമിനെ വളർത്തിയത് അഭിഷേകാണ്. എന്നാൽ KKRന്റെ കിരീട നേട്ടത്തിൽ വലിയ പരിഗണനയോ പ്രശംസയോ അഭിഷേകിന് ആരും നൽകുന്നില്ല എന്നതാണ് വസ്തുത. അടുത്ത സീസണിൽ KKRനൊപ്പം ഗംഭീർ ഉണ്ടായേക്കില്ല എന്നും വാർത്തയിൽ പറയുന്നുണ്ട്. ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലക സ്ഥാനം ഗംഭീർ ഏറ്റെടുക്കുമെന്നാണ് വിവരം പുറത്തുവരുന്നത്. എന്നാൽ അഭിഷേക് KKRനോടൊപ്പം ഇനിയും തുടരും. ഇത്തവണ KKRനെ മികച്ച സംഘമായി വളർത്തിയതിന് പിന്നിൽ ഏറെ നാളായുള്ള അഭിഷേകിന്റെ അധ്വാനവും പ്രയത്നവും ഉണ്ടെന്നുള്ള കാര്യം മറക്കാനാകില്ല എന്നും KKRലെ താരങ്ങൾ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ടീമിലെ വാഴ്ത്തപ്പെടാത്ത ഹീറോയായി അഭിഷേക് മാറിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. എന്തായാലും 10 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് വീണ്ടും ഒരു കിരീടം അലമാരയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് KKR. ഇതിന്റെ ആഘോഷ പ്രകടനങ്ങൾ തന്നെയാണ് ഇന്നലെ രാത്രി മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ KKRന്റെ സർവാധിപത്യമാണ് നമ്മൾ കണ്ടത്. ലീഗ് ഘട്ടത്തിൽ 1ാം സ്ഥാനക്കാരായാണ് KKR ആദ്യം പ്ലേ ഓഫ് ഉറപ്പിച്ചത്. 1ാം ക്വാളിഫയറിൽ ഹൈദരാബാദിനെ തോൽപ്പിച്ചത് ആദ്യം ഫൈനലിലേക്ക് എത്താനും KKRനായി. എന്നാൽ ഫൈനലിൽ ഹൈദരാബാദ് മികച്ച പോരാട്ടം നടത്തി KKRന് വെല്ലുവിളി ഉയർത്തുമെന്നും എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ ദൗർഭാഗ്യകരമായ തോൽവിയാണ് ഹൈദരാബാദ് നേരിട്ടത്. ഫൈനലിൽ ആദ്യം ബാറ്റ് ചെയ്ത് 113 റൺസിനാണ് ഹൈദരാബാദ് കൂടാരം കയറിയത്. IPL ഫൈനലിലെ ഏറ്റവും ചെറിയ ടീം ടോട്ടൽ എന്ന നാണക്കേടോടെയാണ് ഹൈദരാബാദ് നേരിട്ടത്. 57 പന്ത് ബാക്കിയാക്കി 8 വിക്കറ്റിന് വൻപൻ ജയമാണ് KKR നേടിയത്. ഏകപക്ഷീയമായ ജയമാണ് KKR നേടിയെടുത്തത്. ടീമിന്റെ ഓരോ താരങ്ങളും മാച്ച് വിന്നർമാരായി മാറി. ഹൈദരാബാദ് 1-2 താരങ്ങളുടെ പ്രകടനത്തെ അമിതമായി ആശ്രയിച്ചപ്പോൾ KKR ടീം എന്ന നിലയിൽ ഒത്തിണക്കത്തോടെ കളിച്ചാണ് കിരീടത്തിലേക്ക് എത്തിയത്. ലീഗ് ഘട്ടത്തിൽ മോശം ഫോമിലായിരുന്ന മിച്ചൽ സ്റ്റാർക്ക് പ്ലേ ഓഫിൽ തകർപ്പൻ പ്രകടനം നടത്തി. ആൻഡ്രെ റസൽ, സുനിൽ നരയൻ എന്നിവരുടെ ഓൾറൗണ്ട് പ്രകടനവും KKRന് കരുത്തായി.